ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം, ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം. ദേഹം ദേഹി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായി അവൻ നൽകിയിടും. ദേഹം ദേഹി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായി അവൻ നൽകിയിടും. പ്രാർത്ഥിക്കാം ആത്മാവിൽ ആരാധിക്കാം കർത്തനെ, വല്ലഭൻ അവൻ നല്ലവൻ. പ്രാർത്ഥിക്കാം ആത്മാവിൽ ആരാധിക്കാം കർത്തനെ, വല്ലഭൻ അവൻ നല്ലവൻ. വിടുതൽ എന്നും പ്രാപിക്കാം, വിടുതൽ എന്നും പ്രാപിക്കാം. ഓ എൻ്റെ കർത്താവേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണാത്മാവോടെ, സർവശക്തിയോടെ അങ്ങയെ ആരാധിക്കുവാനുള്ള കൃപ നീ ഞങ്ങൾക്ക് തരണമേ. മടുപ്പുകൂടാതെ പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. മടുപ്പുകൂടാതെ പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. നീതിമാന്റെ പ്രാർത്ഥന, ശ്രദ്ധയുള്ള പ്രാർത്ഥന ഫലിക്കും, രോഗിക്ക് സൗഖ്യമായി. നീതിമാന്റെ പ്രാർത്ഥന, ശ്രദ്ധയുള്ള പ്രാർത്ഥന ഫലിക്കും, രോഗിക്ക് സൗഖ്യമായി. പ്രാർത്ഥിക്കാം ആത്മാവിൽ ആരാധിക്കാം കർത്തനെ, നല്ലവൻ അവൻ വല്ലഭൻ. പ്രാർത്ഥിക്കാം ആത്മാവിൽ ആരാധിക്കാം കർത്തനെ, നല്ലവൻ അവൻ വല്ലഭൻ. വിടുതൽ എന്നും പ്രാപിക്കാം. രണ്ട് കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. സർവശക്തിയോടുകൂടെ കർത്താവിനെ ആരാധിച്ച് പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണാത്മാവോടെ, സർവശക്തിയോടുകൂടെ വിളിച്ച് പ്രാർത്ഥിക്കുക. എരിയുന്ന തീച്ചൂളയിൽ നിന്ന് നിന്നെ രക്ഷിക്കാൻ കഴിവുള്ളവനാ നിന്റെ ദൈവം. ഇന്നും ജീവിക്കുന്നവനായ ദൈവത്തെ വിളിച്ചാരാധിക്കട്ടെ. ഓ എൻ്റെ കർത്താവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. രക്ഷിക്കുവാൻ കഴിയാത്ത വിധം കർത്താവിന്റെ കരം കുറുകി പോയിട്ടില്ല. കേൾക്കുവാൻ സാധിക്കാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്ദ്യം ഭവിച്ചിട്ടില്ല. യേശു നാമം വിളിച്ച് പ്രാർത്ഥിക്കുക. അവന്റെ നാമം വിളിച്ചവരാരും പരാജയപ്പെട്ടിട്ടില്ല. അവന്റെ നാമം വിളിച്ചവരാരും തകർന്നു പോയിട്ടില്ല. എങ്കിൽ ഈ സമയം കർത്താവിന്റെ നാമം വിളിച്ച് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. രോഗികളായ മക്കൾ വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. പാപികളായ മക്കൾ വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. തകർന്ന മനസ്സുമായി വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. ഇത് കർത്താവിന്റെ സമയമാണല്ലോ, രക്ഷയുടെ സമയമാണല്ലോ, വിടുതലിന്റെ സമയമാണല്ലോ. സമ്പൂർണമായി വിടുതൽ സകല മേഖലകളിലേക്ക് ഈ സമയം വ്യാപരിക്കട്ടെ. വിളിച്ച് വിളിച്ചുടരട്ടെ. യേശുവേ ആരാധന, ആരാധന, യേശുവേ ആരാധന. എല്ലാവരും ചേർന്ന് ആരാധന, ആരാധന, യേശുവേ ആരാധന. അബ്രാഹത്തെ പോലെ ആരാധിച്ച് ആരാധന, ആരാധന, യേശുവേ ആരാധന. ഇസ്ഹാക്കിനെ പോലെ ആരാധിച്ച് ആരാധന, ആരാധന, യേശുവേ ആരാധന. പരിശുദ്ധമ്മയെ പോലെ ആരാധിച്ച് ആരാധന, ആരാധന, യേശുവേ ആരാധന. സ്ലീഹന്മാരെ പോലെ ആരാധിച്ച് ആരാധന, ആരാധന, യേശുവേ ആരാധന. വിശുദ്ധാത്മാക്കളെ പോലെ ആരാധിച്ച് ആരാധന, ആരാധന, യേശുവേ ആരാധന. മാലാഖമാരെ പോലെ ആരാധിച്ച് ആരാധന, ആരാധന, യേശുവേ ആരാധന. കരങ്ങൾ കൂപ്പി ആരാധിച്ച് ആരാധന, ആരാധന, യേശുവേ ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവം
ഒരു വ്യക്തിയെ അനുഗ്രഹിക്കാൻ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഒരു ശക്തിക്കും അതിനെ തടസ്സം നിൽക്കാൻ സാധിക്കുകയില്ല. ഒരു തിന്മയ്ക്കോ ഒരു പൈശാചി പീഡകൾക്കോ ഒരു വ്യക്തിയെ ദൈവം അനുഗ്രഹിക്കാൻ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ തടസ്സം നിൽക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ പൂർവ്വപിതാവായ ജോസഫിന്റെ ജീവിതം ഒന്ന് നോക്കി. പൂർവ്വപിതാവായ ജോസഫിനെ ദൈവം അനുഗ്രഹിക്കാൻ ആഗ്രഹിച്ചു. ജോസഫിനെ തടുക്കുവാൻ വേണ്ടി പല ശക്തികളും പല വ്യക്തികളും അവന്റെ മുമ്പിൽ കടന്നു വന്നു. എന്നാൽ അവർക്കാർക്കും ദൈവം നൽകാനിരുന്ന അനുഗ്രഹത്തെ തടസ്സപ്പെടുത്താൻ കഴിഞ്ഞില്ല. പൂർവ്വപിതാവായ ജോസഫിന് സ്വപ്നമുണ്ടാവുകയാണ്. തൻ്റെ കറ്റകൾ ഇതാ ഉയർന്നു നിൽക്കുന്നു. തൻ്റെ സഹോദരങ്ങളുടെ കറ്റകൾ വന്ന് അതിനെ വണങ്ങുന്നു. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ തൻ്റെ സഹോദരന്മാർക്ക് അവനിൽ അസൂയ തോന്നി. ഞങ്ങളെല്ലാം പോയി അവനെ വണങ്ങണമെന്നാണോ പറയുന്നത്? വീണ്ടും ജോസഫിന് സ്വപ്നമുണ്ടാവുകയാണ്. ഇതാ സൂര്യനും ചന്ദ്രനും നക്ഷത്രഗണങ്ങളും 11 നക്ഷത്രങ്ങൾ അവൻ്റെ ചുറ്റും നിന്ന് അവനെ വണങ്ങുന്നു. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ അവൻ്റെ മാതാപിതാക്കൾക്ക് പോലും അവനോട് അമർഷം തോന്നി. എന്നാൽ ദൈവം ജോസഫിന്റെ ജീവിതത്തിലേക്ക് നൽകാനിരുന്ന അനുഗ്രഹത്തെ ഒരു വ്യക്തിക്ക് പോലും തടുക്കാൻ സാധിക്കുകയില്ല എന്ന് ജോസഫിന്റെ ജീവിതം കാണിച്ചു തരികയാണ്. ജോസഫിനെ സഹോദരന്മാരെ പൊട്ടക്കിണറ്റിലേക്ക് തള്ളിയിട്ട് എന്തിൻ്റെ പേരിൽ? ദൈവം അവനെ അനുഗ്രഹിക്കുന്നു, ദൈവം അവന്റെ ജീവിതത്തിലേക്ക് നന്മകൾ വർഷിക്കുന്നു എന്നതിൻ്റെ പേരിൽ. ഇതുപോലെ തന്നെ അവിടെ നിന്ന് വലിച്ചു കയറ്റി അടിമയായി ഈജിപ്തുകാർക്ക് വിൽക്കുന്നു. എങ്കിലും ദൈവം നൽകാനിരുന്ന നന്മ ആർക്കും തടുക്കാനായില്ല. അവന്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എന്നും ദുഃഖങ്ങളും വേദനകളും പരിദേവനകളും മാത്രമുള്ളൂ. പക്ഷേ ദൈവം തീരുമാനിച്ചിട്ടുണ്ട് ജോസഫിനെ ഞാൻ അനുഗ്രഹിക്കുമെന്ന്. ഇന്ന് പല കുടുംബങ്ങളും പല വ്യക്തികളും ചിന്തിക്കുന്നുണ്ട്, ഞങ്ങളുടെ കുടുംബം തകർന്നു പോകുന്നതിന് കാരണം എന്താ? ഈ പല വ്യക്തികളും ഞങ്ങളുടെ കുടുംബത്തിനെതിരെ കൂടോത്രം ചെയ്തിട്ടുണ്ട്, മന്ത്രവാദം ചെയ്തിട്ടുണ്ട് എന്ന്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇന്നും ജീവിക്കുന്നവനായ യേശുവിൽ വിശ്വസിക്കുന്ന വ്യക്തിക്ക് കുടുംബത്തിന് ഏത് കൂടോത്രത്തെ പേടിയുള്ള, ഏത് മന്ത്രവാദത്തെ പേടിയുള്ള, അതിനേക്കാൾ ശക്തനായ യേശു എൻ്റെ കൂടെയുണ്ട് എന്ന് ഈ വചനം കേൾക്കുന്ന ഓരോ മക്കളും തിരിച്ചറിയണം. പൂർവ്വപിതാവായ ജോസഫിനെ ദൈവം അനുഗ്രഹിക്കാൻ തീരുമാനിച്ചു. ഇതുപോലെ തന്നെ ദൈവം ഇവിടെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളെയും അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ദൈവം ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഒരു വ്യക്തിക്കും അതിനെ തടസ്സപ്പെടുത്താൻ സാധിക്കുകയില്ല, ഒരു ശക്തിക്കും അതിനെ തടസ്സപ്പെടുത്താൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ദൈവം നിന്നെ അനുഗ്രഹിക്കും, ദൈവം എന്നെ അനുഗ്രഹിക്കും. എന്നാൽ തിരിച്ചറിഞ്ഞു, ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ദൈവം തരാൻ ആഗ്രഹിക്കുന്ന നന്മകൾ, അനുഗ്രഹങ്ങൾ തടസ്സപ്പെടുത്താൻ ഒരു വ്യക്തിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ, അവര് തന്നെയാണ്. പൂർവ്വപിതാവായ ജോസഫിന്റെ ജീവിതത്തിലേക്ക് ദൈവം അനുഗ്രഹം വർഷിക്കാൻ ആഗ്രഹിക്കുക. എന്നാൽ ഈ ജോസഫിന്റെ ജീവിതത്തിൽ കാണുകയാണ്, തൻ്റെ കുടുംബത്തിലേക്കല്ല ജീവിതത്തിലേക്ക് ദൈവം അനുഗ്രഹം വർഷിക്കാൻ നോക്കുമ്പോൾ അവൻ്റെ ഉള്ളിലേക്ക് പാപത്തിന്റെ വഴികൾ കടന്നു വരുന്നുണ്ട്. ഈ പാപത്തിന്റെ വഴിക്ക് അവൻ അടിമപ്പെട്ടിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ദൈവം തരാൻ പോകുന്ന അനുഗ്രഹം അതോടുകൂടെ നിലച്ചു പോയേനെ. പൊത്തീഫറിന്റെ ഭവനത്തിൽ ജോസഫ് കടന്നു വന്നിരിക്കുക. പൊത്തീഫറിന്റെ ഭാര്യയ്ക്ക് ജോസഫിൽ എന്തെന്നില്ലാത്ത അഭിലാഷമുണ്ടായി. അവനെ വ്യഭിചാരം ചെയ്യുവാൻ വേണ്ടി അവൾ പ്രേരിപ്പിക്കുക. അന്ന് ജോസഫ് ആ പാപത്തിന് അടിമപ്പെട്ടുവെങ്കിൽ ഒരുപക്ഷെ ദൈവം തരാനിരിക്കുന്ന അനുഗ്രഹം അതോടുകൂടെ നിലച്ചു പോയേനെ. അതുകൊണ്ട് തന്നെ തിരിച്ചറിയുക, ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ദൈവം തരാൻ ആഗ്രഹിക്കുന്ന നന്മകളെ ഒരു വ്യക്തിക്കും തകർക്കാൻ കഴിയില്ല, ഒരു ശക്തിക്കും തകർക്കാൻ കഴിയില്ല. എന്നാൽ ദൈവം തരാൻ ആഗ്രഹിക്കുന്ന നന്മയെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നാം കൊണ്ടുപോയി നടക്കുന്ന പാപത്തിന് മാത്രമേ തകർക്കാൻ കഴിയുള്ളൂ. ഇന്ന് പാപത്തിൽ ജീവിക്കുന്ന പല വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും ദൈവത്തിൻ്റെ അനുഗ്രഹം അവിടുന്ന് ലഭിക്കുന്നില്ല. എന്തുകൊണ്ടാണ് എൻ്റെ കുടുംബത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം കിട്ടാത്തത്? എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം കിട്ടാത്തത്? അതിൻ്റെ കാരണം ഇത്ര മാത്രമേ ഉള്ളൂ, ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഏതെങ്കിലും പാപങ്ങൾ, തഴക്കദോഷങ്ങൾ ആ വ്യക്തിയെ വലയം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു വ്യക്തി കൗൺസിലിങ്ങിന് വന്നു കഴിഞ്ഞപ്പോൾ ആ വ്യക്തിയോട്
ആ സിസ്റ്റർ പറഞ്ഞു കൊടുത്തു, മോനെ ദൈവം അനുഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ വീടിൻ്റെ മുറ്റം വരെ അനുഗ്രഹം നിൽക്കുന്നുള്ളൂ. ഇത് കേട്ട് അതിൻ്റെ എക്സ്പ്ലനേഷൻ ചോദിച്ചുകൊണ്ട് എൻ്റെ അടുത്തേക്ക് ആ യുവാവ് വന്നു. അവരോട് ഞാൻ പറഞ്ഞു കൊടുത്തു, മോനെ ദൈവം നിന്നെ അനുഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ നിന്റെ കുടുംബത്തിൽ നിലനിൽക്കുന്ന ചില പാപത്തിൻ്റെ സാഹചര്യങ്ങൾ, നിന്റെ കുടുംബത്തിൽ മദ്യം കൂട്ടിവെച്ചിട്ടുണ്ട്, നിന്റെ കുടുംബത്തിൽ ദൈവത്തിന് ഇഷ്ടമില്ലാത്തതും നിരക്കാത്തതുമായ വിശ്വാസ ജീവിതത്തിൽ നിരക്കാത്തതുമായ പല കാര്യങ്ങളും നിന്റെ കുടുംബത്തിൽ നിലനിൽക്കുന്നുകൊണ്ട് അനുഗ്രഹം വീടിൻ്റെ മുറ്റം വരെ വന്നു നിൽക്കുന്നേ. അതുകൊണ്ട് തന്നെ ഇതിനെ എടുത്തു മാറ്റാൻ തയ്യാറായെങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് വർഷിക്കപ്പെടുകയുള്ളൂ. ഇതുപോലെ തന്നെ തിരിച്ചറിഞ്ഞു പൂർവ്വപിതാവായ ജോസഫിനെ തൻ്റെ സഹോദരന്മാർ പൊട്ടക്കിണറ്റിലേക്ക് തള്ളിയിട്ട് കഴിഞ്ഞപ്പോൾ എന്താണ് അവർക്ക് സംഭവിച്ചത്? നമ്മളും ഒരു വ്യക്തിക്ക് അനുഗ്രഹം കിട്ടേണ്ടതാ. ഞാൻ കാരണം ആ അനുഗ്രഹത്തെ തടസ്സപ്പെടുത്തി കഴിഞ്ഞാൽ എനിക്കെന്താണ് സംഭവിക്കുക? പൂർവ്വപിതാവായ ജോസഫിന് ദൈവത്തിൻ്റെ അനുഗ്രഹം ലഭിക്കേണ്ടതാ. ആ അനുഗ്രഹത്തെ തൻ്റെ സഹോദരന്മാര് തടസ്സപ്പെടുത്തി നിൽക്കുക. ഏത് സമയവും സഹോദരന്മാർ അവന് തടസ്സമായി നിൽക്കുകയാണ്. ഈ സഹോദരന്മാർക്ക് എന്താണ് സംഭവിച്ചത്? നമ്മൾ ഓർക്കേണ്ട കാര്യമാണ്, മറ്റുള്ളവരുടെ നന്മയെ ഞാൻ തകർക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എൻ്റെ കുടുംബത്തിൽ അന്നം മുട്ടിപ്പോകാം. ഈ സഹോദരന്മാർ ജോസഫിനെ പൊട്ടക്കിണറ്റിലേക്ക് തള്ളിയിട്ടതും അവിടെ നിന്ന് വലിച്ചു കയറ്റി അടിമയായി അവനെ വിട്ടു കഴിഞ്ഞപ്പോൾ ഈ ജോസഫിൻ്റെ തലമുറകളിലേക്ക് നോക്ക്. തലമുറകളൊക്കെ അനുഗ്രഹിക്കപ്പെടുന്നുണ്ട്. ഇതിനു വേണ്ടി അവനെ ദ്രോഹിച്ച വ്യക്തികളും കുടുംബങ്ങളുമുണ്ട്. അവിടെ കുടുംബത്തിൽ അന്നമില്ലാത്ത അവസ്ഥ വന്നു എന്നുള്ളതാ. ആ കുടുംബങ്ങൾ തകർന്നു പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഈ കാലഘട്ടത്തിലാണെങ്കിൽ പോലും ഞാൻ കണ്ടിട്ടുണ്ട്, തൻ്റെ അയൽവക്കത്തുള്ള കുടുംബം, ഈ അയൽവക്കത്തുള്ള കുടുംബത്തിന് ഇലക്ട്രിസിറ്റി കറണ്ട് കിട്ടണം എങ്കിൽ എൻ്റെ പറമ്പിൽ കൂടെ ഒരു പോസ്റ്റ് വലിച്ചാൽ മാത്രമേ അടുത്ത് നിൽക്കുന്ന അയൽക്കാരനായ വ്യക്തിക്ക് കറണ്ട് ലഭിക്കുകയുള്ളൂ. പക്ഷേ എന്നിലെ സ്വാർത്ഥത കാരണം ഞാൻ എന്ത് ചെയ്യുന്നു? ആ വ്യക്തിക്ക് കൊടുക്കേണ്ട ഇലക്ട്രിസിറ്റി ഞാൻ തടസ്സം നിന്ന് കളയുക. ഞാൻ അനുവാദം കൊടുക്കുന്നില്ല എൻ്റെ പറമ്പിൽ കൂടെ ആ പോസ്റ്റ് ഇടാൻ വേണ്ടി. ഇതുപോലെ തന്നെ എൻ്റെ അയൽവക്കത്തെ കുടുംബത്തിലേക്ക് ഒരു വഴി പോകണം, എന്നാൽ ഞാൻ ഈ എതിര് നിൽക്കുന്നത് കൊണ്ട്, എൻ്റെ സ്വാർത്ഥത കൊണ്ട്, എൻ്റെ വ്യക്തിപരമായ താല്പര്യം കൊണ്ട് ആ വ്യക്തിക്ക് കിട്ടേണ്ട അനുഗ്രഹത്തിന് തടസ്സം നിന്ന് കഴിയുമ്പോൾ ഞാനും അറിഞ്ഞോ പ്രിയപ്പെട്ടവരെ, എൻ്റെ അന്നം മുട്ടും, എൻ്റെ കുടുംബത്തിന് കാര്യമായി ദൈവത്തിന് ലഭിക്കേണ്ട അനുഗ്രഹം ലഭിക്കാതെ പോകും എന്നുള്ളതാണ്. ഇതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ പ്രാർത്ഥിക്കണം, കർത്താവേ, ഞാൻ കാരണം ഏതെങ്കിലും വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവത്തിന് അനുഗ്രഹം ഒഴുകുന്നതിന് ഞാൻ തടസ്സമായി നിന്നിട്ടുണ്ടോ? എൻ്റെ ചിന്തകൾ, എൻ്റെ പ്രവൃത്തികൾ കാരണം ഏതെങ്കിലും വ്യക്തികൾക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം അവിടെ ജീവിതത്തിലേക്കും കുടുംബത്തിലേക്കും ഒഴുകേണ്ടതിന് ഞാൻ തടസ്സമായി നിന്നിട്ടുണ്ടോ? തൻ്റെ സഹോദരന്മാർ ജോസഫിനെതിരെ തടസ്സമായി നിന്നു കഴിഞ്ഞപ്പോൾ ഈ സഹോദരന്മാരുടെ കുടുംബത്തിൽ അന്നം മുട്ടിപ്പോയി. അവിടെ കുടുംബങ്ങളിലേക്ക് ദൈവത്തിന് അനുഗ്രഹം ഒഴുകിയില്ല എന്നുള്ളതാ. ഈ കാലഘട്ടത്തിൽ അവരെ എതിർത്ത് അവർക്കെതിരെ കേസ് കൊടുക്കുമ്പോഴും ഇവർക്കെതിരെ നീ ന്യായവാദങ്ങൾ നടത്തുമ്പോഴും നീ അറിഞ്ഞോ, നാളെ നിന്റെ കുടുംബത്തിൽ സംഭവിക്കാൻ പോകുന്ന ഇത് തന്നെയാ. അതുകൊണ്ട് തന്നെ ഈ പൂർവ്വപിതാവായ ജോസഫ് നമുക്ക് പറഞ്ഞു തരികയാണ്, ആരുടെയും വഴിമുടക്കരുത്, ആരുടെയും അന്നം മുട്ടിക്കരുത്. ഓരോ വ്യക്തികൾക്കും ചെയ്യാൻ സാധിക്കുന്നിടത്തോളം നന്മകൾ നമ്മൾ ഓരോരുത്തരും ചെയ്യണമെന്ന് ഇന്ന് ഈ ആരാധനയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ജീവിതത്തിൽ എല്ലാം ദൈവം അവിടെ നിന്ന് അനുഗ്രഹിക്കാൻ പോവുകയാണ്. പൂർവ്വപിതാവായ ജോസഫിനെ ദൈവം അനുഗ്രഹിച്ചതുപോലെ ഇന്ന് നിന്റെ കുടുംബത്തെ ദൈവം അവിടെ നിന്ന് അനുഗ്രഹിക്കാൻ പോവുക. ദൈവം ഒരു വ്യക്തിയെ അനുഗ്രഹിക്കാൻ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ദൈവം അനുഗ്രഹിച്ചിരിക്കും. എന്നാൽ ഒരു വ്യക്തിക്കോ ശക്തിക്കോ അതിനെ തകർക്കാൻ കഴിയുകയില്ല. ഇസ്രായേൽ ജനത്തെ ദൈവം മരുഭൂമിയിലൂടെ 40 വർഷക്കാലം കടത്തിവിട്ടു. ഈ മരുഭൂമി അനുഭവങ്ങളിലൂടെ ദൈവം കടത്തിവിട്ടത് ഇസ്രായേൽ ജനത്തിന് ഒരു കാനാൻ ദേശം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ കാലഘട്ടത്തിൽ നീയും മരുഭൂമി അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടാവാം. പൂർവ്വപിതാവായ ജോസഫിനെ പോലെ നീ പീഡിപ്പിക്കപ്പെടുന്നുണ്ടാവുക, അന്യായമായി നിന്റെ പേരിൽ വിധി പ്രസ്താവിക്കുന്നുണ്ടാവുക,
നീ ഒരു പക്ഷെ ഒറ്റിക്കൊടുക്കപ്പെടുന്ന അവസ്ഥകളിലൂടെ കടന്നു പോകുന്നുണ്ടാവാം, കോടതി കേസുകളിലൂടെ നീ കടന്നു പോകുന്നുണ്ടാവാം. പക്ഷേ ദൈവം നിന്നെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞാൽ ദൈവം അനുഗ്രഹിച്ചിരിക്കും മക്കളെ. കർത്താവ് നിന്നെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. അവിടുന്ന് പറയുകയാണ്, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നിന്റെ പേര് ഞാൻ മഹുത്തരമാക്കും. അനുഗ്രഹം അവകാശമാക്കുവാൻ വിളിക്കപ്പെട്ടവനാ മനുഷ്യൻ. രണ്ട് കരങ്ങളെ കർത്താവിന്റെ സന്നിധിയിലേക്കൊന്ന് ഉയർത്തിയ മക്കളെ, നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കുന്ന സമയമാണ്. നമ്മുടെ ഓരോരുത്തരെയും വ്യക്തിപരമായ ജീവിതത്തെ ദൈവം അനുഗ്രഹിക്കുന്ന സമയമാണ്. നമ്മുടെ ഓരോരുത്തരെയും ദേശങ്ങളെ ദൈവം അനുഗ്രഹിക്കുന്ന സമയമാണ്. രണ്ട് കരങ്ങളെ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തി യേശുവേ യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചോ. ഏതെങ്കിലും രീതി അനുഗ്രഹത്തിന് തടസ്സമായി നിൽക്കുന്ന ഏതെങ്കിലും വ്യക്തികളോ ശക്തികളോ ഈ സമയം നിന്റെ ജീവിതത്തിന് മുമ്പിൽ കർത്താവ് കാണിച്ചു തരുന്നുണ്ടെങ്കിൽ അവരെയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് രണ്ട് കരം ഉയർത്തി യേശുവേ യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചോ. ദിവ്യകാലത്തുള്ള ശക്തി നിന്റെ ജീവിതത്തിലേക്ക്, നിന്റെ കുടുംബത്തിലേക്ക്, നിന്റെ വ്യക്തിപരമായ സകല മേഖലകളിലേക്ക് വ്യാപരിക്കുക. നിന്റെ ബിസിനസ് സംരംഭങ്ങൾ, നിന്റെ വരുമാന മാർഗങ്ങൾ, നിന്റെ കുടുംബത്തിൽ നിന്റെ മക്കൾ, എല്ലാ മേഖലകളിലേക്ക് കർത്താവിന്റെ ശക്തി അവിടെ വ്യാപരിക്കട്ടെ. കർത്താവിന്റെ അനുഗ്രഹം അവിടെ വ്യാപരിക്കട്ടെ. ദൈവം എന്നെ അനുഗ്രഹിക്കുന്നു, എന്റെ കുടുംബത്തെ അനുഗ്രഹിക്കുന്നു. ദിവ്യകാലത്തിലേക്ക് കരങ്ങൾ നീട്ടി രണ്ട് കരങ്ങൾ ഉയർത്തി യേശുവേ എന്ന് ഒറ്റ വിളിയൊന്ന് വിളിച്ച മക്കളെ, യേശുവേ. എല്ലാവരും ചേർന്ന് ആരാധിക്കുക. രണ്ട് കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വെച്ചു. ദൈവം ഒരു വ്യക്തിയെ അനുഗ്രഹിക്കാൻ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഒരു വ്യക്തിക്കോ ശക്തിക്കോ അതിന് തടസ്സം നിൽക്കാൻ സാധിക്കുകയില്ല. എന്നാൽ ദൈവത്തിന്റെ അനുഗ്രഹത്തെ തടസ്സപ്പെടുത്തുന്നത് നിന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നീ കൊണ്ടുപോയി നടക്കുന്ന പാപങ്ങളാണ്. എത്ര ശക്തിയുള്ള വ്യക്തിയാണെങ്കിലും നിന്നിൽ ഒരു ദുർബലമായ കണ്ണിയില്ലേ? ഈ സമയം കർത്താവിന്റെ കാരുണ്യത്തിനായി നിന്റെ ദുർബലമായ കണ്ണിയെ ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ചു. യൂദാസ് ശക്തിയുള്ള വ്യക്തിയായിരുന്നു, യേശുവിന്റെ ശിഷ്യന്മാരിൽ ഒരുവനായിരുന്നു. എന്നാൽ അവന്റെ ദുർബലമായ കണ്ണിയായിരുന്നു പണത്തോടുള്ള ആർത്തി. പത്രോസ് അവൻ ശക്തനായിരുന്നു, ശിഷ്യന്മാരിൽ പ്രമുഖനായിരുന്നു. അവന്റെ ദുർബലമായ കണ്ണിയായിരുന്നു എടുത്തുചാട്ടം. ദാവീദ് ശക്തനായിരുന്നു. ഇടയച്ചെറുക്കനായ ദാവീദിനെ ദൈവം തെരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്ത് രാജാവാക്കി. അവന്റെ ദുർബലമായ കണ്ണിയായിരുന്നു സ്ത്രീകളോടുള്ള എന്തെന്നില്ലാത്ത തെറ്റായ ബന്ധങ്ങൾ. സാംസൺ 1000 ഫിലിസ്തരെ ഒരു കഴുതിയുടെ താടിയെല്ലുകൊണ്ട് തകർത്തവനാണെങ്കിൽ ഈ സാംസന്റെ ദുർബലമായ കണ്ണിയായിരുന്നു മിശ്രവിവാഹം. ഇതുപോലെ തന്നെ തിരുവചനത്തിൽ നാം കാണുന്നുണ്ട്, ഏസാവിന്റെ ദുർബലമായ കണ്ണിയായിരുന്നു ഭക്ഷണത്തോടുള്ള ആർത്തി. ഓ എന്റെ കർത്താവേ, എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ആർക്കും അറിയാത്ത ചില ദുർബലമായ കണ്ണികളുണ്ട്, പാപത്തിന്റെ കണികളുണ്ട്. ഈ പാപത്തിന്റെ കണികൾ എന്നിൽ നിലനിൽക്കുന്നതുകൊണ്ടല്ലേ ദൈവത്തിന്റെ അനുഗ്രഹം എന്റെ ജീവിതത്തിലേക്ക് അവിടെ ഒഴുകാത്തത്. എന്റെ കുടുംബത്തിലേക്ക് ദൈവം അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ വീടിന്റെ മുറ്റം വരെ അനുഗ്രഹം കിട്ടുന്നുള്ളൂ. വീടിന്റെ അടുത്തേക്ക് അകത്തേക്ക് ദൈവത്തിന് അനുഗ്രഹം കിട്ടുന്നില്ല. എന്റെ ഈശോയെ, ഞാൻ തിരിച്ചറിയുന്നു, എന്റെ ഉള്ളിൽ ഞാൻ കൊണ്ടുപോയി നടക്കുന്ന ഈ പാപത്തിന്റെ സുഖങ്ങൾ കാരണമാ ദൈവത്തിന്റെ അനുഗ്രഹം എന്റെ ജീവിതത്തിലേക്ക് അവിടെ ഒഴുകാത്തത്. ഈ ആരാധന വേളയിൽ നിന്റെ തിരുസന്നിധിയിലേക്ക് ആർക്കും അറിയാത്ത എന്റെ ജീവിതത്തിന്റെ ദുർബലമായ കണ്ണിയെ ഞാൻ ഉയർത്തി പ്രാർത്ഥിക്കുന്നു. രണ്ട് കരങ്ങളെ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തിക്കോ മക്കളെ. യേശുവേ യേശുവേ എന്ന് വിളിച്ചു പ്രാർത്ഥിച്ചോ. കർത്താവ് നിന്നെ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു. നിന്റെ ഉള്ളിന്റെ ഉള്ളിൽ നീ കൊണ്ടുപോയി നടക്കുന്ന ഈ പാപത്തിന്റെ കണിക, ദുർബലമായ കണ്ണി നിന്റെ ജീവിതത്തിലേക്ക് ദൈവത്തിന്റെ അനുഗ്രഹം ഒഴുകുന്നതിന്, അഭിഷേകം ഒഴുകുന്നതിന് തടസ്സമായി നിൽക്കുക.
രണ്ട് കരങ്ങളും കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തി യേശുവേ യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ച് അതിരം തുറന്നൊന്ന് വിളിച്ച് പ്രാർത്ഥിച്ച് ദുർബലമായ കണ്ണിയെ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തി വിളിച്ച് ഹൃദയം തുറന്നെന്ന് വിളിച്ച് മനമുരുകി എന്ന് വിളിച്ച് യേശുനാമം എന്ന് വിളിച്ച് വിളിച്ചുണരട്ടെ. യേശുവേ എല്ലാവരും ചേർന്ന് അനുഗ്രഹത്തിൻ കരങ്ങളാലെ എന്നെ നീ പൊതിഞ്ഞിടണേ. ആരാധന 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 യേശുവേ ആരാധന. ഒന്ന് ചേർന്ന് പാടി ആരാധന ആരാധന യേശുവേ ആരാധന. രണ്ട് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ചു. മറ്റുള്ളവർക്ക് ലഭിക്കേണ്ട അനുഗ്രഹങ്ങളും മറ്റുള്ളവർക്ക് ലഭിക്കേണ്ട നന്മകളും നീ കാരണം ലഭിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ, നീ തടസ്സം നിൽക്കുന്നുണ്ടെങ്കിൽ നിന്റെ ചോറ് പോലും നിന്നു പോകും എന്നുള്ളതാ. നിന്റെ അന്നം മുട്ടും. നിന്റെ കുടുംബത്തിലേക്ക് ഒഴുകേണ്ട അനുഗ്രഹം നിനക്ക് ലഭിക്കാതെ പോകും. ഓർക്കുക, ജോസഫിനെതിരെ തന്റെ സഹോദരങ്ങൾ തടസ്സം നിന്ന് കഴിഞ്ഞപ്പോൾ സഹോദരങ്ങൾക്ക് ലഭിക്കേണ്ട അന്നം മുട്ടിപ്പോയി. ജോസഫിന്റെ മുമ്പിൽ അവർ വന്ന് കുമ്പിടേണ്ട വന്നില്ലേ? ഈ കാലഘട്ടത്തിലും ഓർക്കുക, നിന്റെ സ്വാർത്ഥത കാരണം, അസൂയ കാരണം മറ്റുള്ളവർക്ക് ലഭിക്കേണ്ട ഏതെങ്കിലും രീതിയിലുള്ള അനുഗ്രഹങ്ങളോ നന്മയ്ക്കോ ഞാൻ തടസ്സം നിൽക്കുന്നുണ്ടോ? നിന്റെ അയൽവക്കക്കാരന്റെ ഇലക്ട്രിസിറ്റി, റോഡ്, അതുപോലെ തന്നെ മറ്റേതെങ്കിലും കാര്യങ്ങൾ നീ തടസ്സം നിൽക്കുന്നുണ്ടോ? നിന്നിലെ സ്വാർത്ഥ നിമിത്തം മറ്റുള്ളവർക്ക് ലഭിക്കേണ്ട ഉപകാരങ്ങൾ ലഭിക്കാതെ പോയിട്ടുണ്ടോ? നിന്റെ നിസ്സഹരണം കാരണം ഏതെങ്കിലും വ്യക്തികൾക്ക് ലഭിക്കേണ്ട അനുഗ്രഹങ്ങൾ കിട്ടാതെ പോയിട്ടുണ്ടോ? കർത്താവിന്റെ സന്നിധിയിലേക്ക് നീ കരമുയർത്തുന്നേ. കർത്താവിന് മുമ്പിലാണ് നീ ഈ സമയം ഏറ്റു പറയുന്നത്. നിന്റെ സ്വാർത്ഥതയും നിന്റെ അസൂയയും കാരണം മറ്റുള്ളവർക്ക് ലഭിക്കേണ്ട അനുഗ്രഹങ്ങൾ ലഭിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ നിന്റെ അന്നം മുട്ട് നീ കർത്താവിന്റെ സന്നിധിയിൽ കരുണയ്ക്ക് വേണ്ടി വിളിച്ച് പ്രാർത്ഥിച്ചു. രണ്ട് കരങ്ങൾ സ്വർഗത്തോളം ഉയർത്തി വിളിച്ച് പ്രാർത്ഥിച്ച് യേശുവേ യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ച് കർത്താവിന്റെ ആശീർവാദം സ്വീകരിക്കാൻ പോകുന്ന സമയമാ. മുട്ടുകൾ കുത്തിയെന്ന് കർത്താവിന്റെ ആശീർവാദം സ്വീകരിക്കാൻ എല്ലാ മക്കളും രണ്ട് കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കുക. സങ്കീർത്തനം 91:10 നിനക്കൊരു തിന്മയും വരികയില്ല, ഒരു അനർത്ഥവും നിന്റെ കൂടാരത്തിൽ തൊടുകയില്ല. ഈ വചനത്തിന്റെ ശക്തിയാൽ ഈ മക്കളെ ബന്ധിച്ച് കെട്ടിയിട്ടിരിക്കുന്ന എല്ലാ ബന്ധന കെട്ടുകളും യേശു നാമത്തിന്റെ ശക്തിയാൽ വിട്ടുപോകട്ടെ. 2 മക്കാബാട് 8:18 നിനക്കെതിരെ വരുന്ന സകല ശക്തികളെയും ലോകം മുഴുവനെയും നിർവീര്യമാക്കാൻ കഴിവുള്ള സർവശക്തനായ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. വിളിച്ച് പ്രാർത്ഥിക്കുക. ഓരോ വ്യക്തികളെയും കുടുംബങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കുന്നു. വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. യേശുവേ അനുഗ്രഹിക്കണമേ കർത്താവേ, ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ പാപങ്ങൾ നോക്കാതെ കർത്താവേ നിന്റെ മുമ്പിൽ ആരാധിക്കുകയാണ് കർത്താവേ. നിന്റെ വലിയ കരുണ ഈ നിമിഷം ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് ഒഴുകട്ടെ കർത്താവേ. നിന്റെ തിരുനിലാവിന്റെ ഒഴുകിയ തിരുനാഥ് ഞങ്ങളുടെ മക്കളിലേക്കും ഞങ്ങളുടെ ജീവിത പങ്കാളിലേക്കും ഞങ്ങളുടെ മാതാപിതാക്കളെയും ഞങ്ങളുടെ സഹോദരങ്ങളിലേക്ക് കർത്താവേ നിന്റെ കരുണയുള്ള കരം നീട്ടണമേ. യേശുവേ സ്വേ ആരാധന ആരാധന ആരാധന. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ
ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.